എല്ലാ കൂട്ടുകാർക്കും എഡ്യൂടെക്കീസിന്റെ പുതിയ രീതിയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും, റിയൽമി എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണിന്റെ നർസോ 20 സീരീസിൽ ഒരു 3 ഫോൺ ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഫോണായ റിയൽമി നർസോ 20A, ആക്ച്വലി അതൊരു ബേസ് വേരിയന്റ്. ആ നർസോ 20 സീരീസിന്റെ ബേസ് വേരിയന്റ് ആയിട്ടാണ് റിയൽമി നർസോ 20A അവർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്മാർട്ട് ഫോൺ എങ്ങനെയുണ്ട്, അതിൻ്റെ ഒരു വിശേഷങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഒരു 10,000 രൂപ ബഡ്ജറ്റാണ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. ആ 10,000 രൂപയ്ക്ക് താഴെ വാങ്ങാൻ പറ്റിയ, നിലവിൽ ഈ ഒരു ഫോൺ ഇറങ്ങി കഴിയുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും ബെസ്റ്റ് ഫോണെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റും. അതിപ്പോൾ ബാറ്ററി ആയിക്കോട്ടെ, അതിൻ്റെ പ്രോസസർ ആയിക്കോട്ടെ, എല്ലാം കണക്കാക്കി. അപ്പോൾ ആ ഒരു പ്രോസസറും ബാറ്ററിയും ടോട്ടൽ ഓവറോൾ ഇതിൻ്റെ പ്രൈസിങ് വെച്ചുകൊണ്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്നാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോ ഒട്ടും മിസ് ചെയ്യരുത്, മാക്സിമം നിങ്ങൾ അവസാനം വരെ കാണുക. ഡീറ്റെയിൽ ആയിട്ട് ഈ ഫീച്ചർ ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരുന്നതാണ്. അപ്പോൾ ടൈമൊന്നും വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരിട്ട് പോയി ഈ വീഡിയോ കണ്ടിട്ട് വരാം. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. റിയൽമി നർസോ 10 സീരീസിന്റെ സക്സസറായിട്ട് പുറത്തിറങ്ങുന്ന റിയൽമിയുടെ രണ്ടാമത്തെ സെറ്റ് ഓഫ് സ്മാർട്ട് ഫോണാണ് റിയൽമി 20 സീരീസ്. റിയൽമി 20 സീരീസിൽ 3 സ്മാർട്ട് ഫോണുകളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 3 സ്മാർട്ട് ഫോണിൽ ഇപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്നത് ബേസ് വേരിയൻ്റ് ആണ്. റിയൽമി നർസോ 20A എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ എന്ന് പറയുമ്പോഴത്തേക്ക് 10,000 രൂപ ബഡ്ജറ്റിന് താഴെ, അല്ലെങ്കിൽ 9,000 രൂപയ്ക്ക് താഴെ വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് ഫോണെന്ന് വേണമെങ്കിൽ എനിക്ക് ഈ ഒരു ഫോണിന് വിശേഷിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 6.5 ഇഞ്ച് ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേയിൽ പുറത്തിറങ്ങുന്ന സ്മാർട്ട് ഫോണിന് കോൾകോം സ്നാപ്ഡ്രാഗന്റെ 665 എന്ന ചിപ്സെറ്റാണ് കരുതുന്നത്. അതുകൂടാതെ 3 GB റാം, 32 GB ഇന്റേണൽ മെമ്മറി, 4 GB റാം, 64 GB ഇന്റേണൽ മെമ്മറി എന്നീ 2 വേരിയന്റുകളിൽ ഈ ഒരു ഫോൺ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് മൈക്രോ SD സ്ലോട്ട് ഉണ്ട്, നമുക്ക് അതുകൊണ്ട് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് ഫോണിന്റെ ക്യാമറ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ f1.8 അപ്പർച്ചറിലുള്ള 12 മെഗാ പിക്സലിന്റെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് പുറകുവശത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് അസിസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു LED ഫ്ലാഷ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 12 മെഗാ പിക്സലിന്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 30 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ 1080p വീഡിയോസ് വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് ഫോണിന്റെ മുൻവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ 8 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറയാണ് സെൽഫിക്കായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതൊരു ടോപ്പ് നോച്ചിനുള്ളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ സെക്യൂരിറ്റിക്ക് ആവശ്യമായിട്ട് ഫിംഗർ പ്രിന്റ് സ്കാനിങ്ങും ഫേസ് അൺലോക്ക് ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ് സ്കാനർ റിയർ സൈഡിൽ ക്യാമറയോട് ചേർന്നായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റിയൽമിയുടെ യൂസർ ഇൻ്റർഫേസിൽ ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 10 പ്രവർത്തിക്കുന്ന സ്മാർട്ട് ഫോണിന് 5000 mAh ഒരു ലാർജ് ബാറ്ററി തന്നെയാണ് റിയൽമി നൽകിയിരിക്കുന്നത്. അത് റീചാർജ് ചെയ്യാനായിട്ട് ഒരു 10 വാട്ടിൻ്റെ ഒരു അഡാപ്റ്റർ കൂടി ഇൻബോക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ പ്രൈസിങ്ങിലേക്ക് കടന്നു കഴിഞ്ഞാൽ 3 GB റാം 32 GB വേരിയൻറ്റിന് 8,499 രൂപയും, 4 GB റാം 64 GB ഇന്റേണൽ മെമ്മറി വേരിയൻറ്റിന് 9,499 രൂപയാണ് പ്രൈസിങ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഓവറോളായിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 8,500 രൂപ എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിന് താഴെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്, സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസർ ലഭിക്കുന്നുണ്ട്, 5000 mAh ഒരു ഹ്യൂജ് ബാറ്ററിയും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 കൺസേൺ എടുത്തു കഴിഞ്ഞാൽ ഇനിയൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ്, ഈ ഒരു സെഗ്മെൻറ്റിൽ സ്മാർട്ട് ഫോൺ വാങ്ങാൻ നിൽക്കുന്നവരുടെ ഫസ്റ്റ് ചോയ്സ് റിയൽമി നർസോ 20A ആയിരിക്കും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളടങ്ങിയ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനായിട്ട് പ്രൊവൈഡ് ചെയ്തേക്കാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് വഴി വാങ്ങാൻ സാധിക്കുന്നതാണ്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഒരു ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ ബൈ.